ദിവ്യ എസ് അയ്യർ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കേരളത്തിലെ സംഘികളുടെ മുഴുവൻ കുരു പൊട്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഈ നാടിന്റെ മുന്നിൽ മുസ്ലിം മതവിഭാഗക്കാരെ ചാപ്പ കുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കിനെ റദ്ദാക്കിയിട്ടുണ്ട്. മുസ്ലിം മത വിഭാഗത്തെക്കുറിച്ച് ജിഹാദി ജിഹാദി എന്നുള്ളൊരു പരാമർശം ഏവരുടെയും മുഖത്ത് നോക്കി സംഘികൾ ഒരു ഉളുപ്പില്ലാതെ വിളിക്കും. എന്താണ് ആ ജിഹാദി എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് ഒരു IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു ലെഫ്റ്റ് ലിബറൽ മൈൻഡുള്ള ദിവ്യ തുറന്നു പറയുമ്പോൾ ഈ നാട്ടിൽ സംഘികൾ പറയുന്നു ജിഹാദികളെന്നും അത് ഏറ്റുപാടുന്ന ചില മണ്ടപോയ സംഘികളും ഒപ്പം തന്നെ ക്രിസംഘികളും കേൾക്കേണ്ട ഒരു വാചകമാണ്. അതിൽ എന്താണ് ജിഹാദി എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തോതിൽ വിമർശനം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്യാൻ വേണ്ടിയും ആ മതവിഭാഗത്തിൻ്റെ ചോദ്യങ്ങളെയോ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ആശയങ്ങളെ റദ്ദാക്കാൻ വേണ്ടി പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പ്രയോഗം കേൾക്കും. ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. കേട്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര ചിന്തയോടുകൂടി ചില കാര്യങ്ങളെക്കുറിച്ച് വെട്ടിത്തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് അവർ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളെ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇന്ന് കേരളം പോലൊരു സംസ്ഥാനത്തും നിലനിൽക്കേണ്ട മതേതരത്വവും ഒപ്പം തന്നെ മതങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നതെന്നും അതിൽ ഇസ്ലാം മതം ജിഹാദി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്തെന്നും അത് ഖുറാനിലെ ബദർ യുദ്ധത്തിന് ശേഷം വിശദീകരിക്കുന്ന സാഹചര്യം എന്തെന്നും അതിൻ്റെ ഉദാഹരണം എന്തെന്നും വിശദീകരിച്ച് കൊടുക്കുമ്പോൾ കേരളം കേൾക്കേണ്ടത് ഈ നാട്ടിൽ മതേതര ചിന്തയുള്ള അല്ലെങ്കിൽ മതേതരത്വം നിലനിർത്തണമെന്ന് ഉറച്ച വിശ്വാസമുള്ള ചില മനുഷ്യരുണ്ട്.